ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട മുഗൾ കാലത്തെ സംഗതികളും ഒന്നുകിൽ ഞങ്ങളുടേതാക്കുകയോ അല്ലെങ്കിൽ തല്ലിപ്പൊളിച്ചു കളയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന് അധികാര രൂപമുള്ള നാട്ടിലല്ലേ ജീവിക്കുന്നത്. നമ്മൾ എന്ത് എക്സ്പെക്റ്റ് ചെയ്യണം? ഇപ്പം തന്നെ അവിടെ ജലാലാബാദിൻ്റെ പേര് മാറ്റി പരശുറാംപുരി എന്നാക്കിയതാണ് ഇന്നത്തെ അപ്ഡേറ്റ് നമ്മളവിടെ നിന്ന് കാണുകയാണ്. മുസ്ലിം പേരുള്ളതോ മുസ്ലിം രാജാക്കന്മാരുടെ മുദ്ര പതിഞ്ഞതോ മുസ്ലിം കാലഘട്ടത്തിൻ്റെ ഏതെങ്കിലും സ്മരണയുള്ളതോ ആയിട്ടുള്ള ഒരു സംഗതിയും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഈ രാജ്യത്തിന് വളരെ പ്രൗഢമായ ഒരു മുസ്ലിം ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്നത് സംഘപരിവാറിനെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളും പറയുന്നു ഇന്ത്യക്കൊരു പ്രൗഢമായ സമ്പന്നമായ മുസ്ലിം കാലമുണ്ടായിരുന്നു. ആ കാലത്ത് ഇന്ത്യ, ഇവർ പറയുന്ന ഇൻവേഡേഴ്സ് എന്നാണല്ലോ, അധിനിവേശം നടത്തിയ ആൾക്കാർ ആയിരുന്നില്ല എന്നും ഇവിടെ വന്ന ആളുകൾ ഇവിടെ മനോഹരമായ നിർമ്മിതികളുണ്ടാക്കി നമ്മുടെ സമ്പദ്ഘടന ഏറ്റവും സമ്പുഷ്ടമാക്കി. മുഗൾ കാലത്താണ് ഇന്ത്യയുടെ GDP ലോകത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ ഉണ്ടായിരുന്നതെന്ന് കാര്യം ഓർക്കണം. അപ്പം അങ്ങനെ സമ്പന്നമായൊരു ഭൂതകാലം മുസ്ലിം റൂളേഴ്സിൻ്റെ കീഴിൽ ഇന്ത്യക്കുണ്ടായിരുന്നു. അവർ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നില്ല, ഇന്ത്യയെ സമ്പന്നമാക്കുകയായിരുന്നു, ഇന്ത്യക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു, ഇന്ത്യക്ക് മനോഹരമായ സൗധങ്ങൾ നിർമ്മിക്കുകയും ലോകത്തിന് മുമ്പിൽ അഭിമാനകരമായിട്ടുള്ള ഒരു പൗരാണിക കാലഘട്ടം ഉണ്ടായിരുന്നെന്ന് സ്ഥാപിക്കുകയും ചെയ്തവരാണല്ലോ. അതില്ലാതാക്കുക എന്നുള്ളത് അവരുടെ വലിയ ഈഗോയാണത്. അപ്പോൾ അതിനുവേണ്ടി അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതിലൊരു പ്രശ്നം എന്ന് ചോദിച്ചാൽ കോടതികളുടെ ഇടപെടലാണ്. ഇപ്പോൾ അലഹബാദ് കോടതി എന്ന് പറഞ്ഞാൽ നിരന്തരമായ വിചിത്രമായ ഇടപെടലുകൾ കൊണ്ടുകൂടി ശ്രദ്ധേയമായ കോടതിയാണല്ലോ. ആ കോടതി നിന്നുള്ള പല ഉത്തരവുകൾ, പാൻറ്റിൻ്റെ സിബ് അഴിക്കാൻ ശ്രമിക്കുന്നതും ഉടുപ്പ് മാറ്റുന്നതൊന്നും ബലാത്സംഗത്തിൻ്റെയും പീഡനത്തിൻ്റെയും പരിധിയിൽ വരില്ല എന്നൊക്കെയുള്ള രസകരമായിട്ടുള്ള, അല്ലെങ്കിൽ വിചിത്രമായിട്ടുള്ള ഉത്തരവുകളൊക്കെ കൊടുത്തിട്ടുള്ള കോടതിയാണ്. പലതരത്തിലുള്ള സംഗതികൾ നമുക്ക് തപ്പിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇതൊരു പ്രശ്നം ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ സെയ്ഫുദ്ദീൻ്റെ വീട് എൻ്റെ പൂർവ്വപിതാക്കന്മാരുടെ കയ്യിലിരുന്നാണ്, സെയ്ഫുദ്ദീൻ്റെ പൂർവ്വപിതാക്കന്മാർ അത് അടിച്ചു മാറ്റിയതാണെന്ന് പറഞ്ഞ് കോടതിയിൽ ഒരു ഹർജിയായിട്ട് പോവുകയാണ്. കോടതി ആ ഹർജി എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആദ്യം ചോദിക്കേണ്ടതാണ്, ഇതൊരു ആരോപണം, ഓക്കെ, ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറയുകയാണ്, അത് തെളിവൊന്നും കൊണ്ടുവന്നിട്ടില്ല, കോടതി ഇടപെട്ടിട്ട് കുഴിച്ച് നോക്കിയാൽ ഇതിന് കിട്ടും. അപ്പോൾ ഉടൻ തന്നെ കോടതി അതിനനുസരിച്ച് ശരി കുഴിക്കൂ എന്ന് പറയാനിരിക്കുകയാണോ കോടതി എല്ലായ്പ്പോഴും ഏത് പ്രയറും ഏത് ഹർജിയും പരിഗണിക്കേണ്ടത് മുമ്പിൽ എന്തൊക്കെ തെളിവുകളായിട്ടാണ് വന്നിരിക്കുന്നത്, എന്ത് ന്യായമായ ആവശ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇന്ത്യയിലുള്ള ആർക്കും ഏത് ഒരു സ്ട്രക്ചറും കുഴിച്ചു നോക്കിയാൽ തെളിവ് വിട്ടു വാങ്ങുന്നേ, അതുകൊണ്ട് അങ്ങൊന്ന് കുഴിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ ശരി കുഴിച്ചു നോക്കിക്കോളൂ എന്ന് ASAയോട് പറയാൻ, അല്ലെങ്കിൽ കുഴിച്ചു നോക്കേണ്ട കേസാണല്ലോ എന്ന് സംശയം പ്രകടിപ്പിക്കാൻ കോടതി തുടങ്ങിയാൽ എല്ലാം കുഴിക്കാം, ഏതും കുഴിക്കാം. കുഴിച്ചു കഴിഞ്ഞാൽ ഓരോന്നും കുഴിച്ച് അടിയിലേക്കുന്ന എന്താ കിട്ടുക? പലതും കിട്ടും അല്ലേ? ഇത് നമ്മൾ മണ്ണിൻ്റെ മേലെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു മനുഷ്യവംശമല്ലേ. ആ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ എല്ലാ ഉടമസ്ഥാവകാശം നമ്മൾ നിജപ്പെടുത്താൻ പോയാൽ ആർക്കെങ്കിലും അവരുടെ വീട് കൈ കാണും? എൻ്റെ വീട് കുഴിച്ച് താഴേക്ക് എന്നാൽ കിട്ടുന്നത് എന്തായിരിക്കും? എന്നിട്ട് പിന്നെ അതിൻ്റെ അടിയാധാരം തപ്പിപ്പോയാൽ ഒരു കാലത്തും അത് എൻ്റെ ഇരിക്കില്ല. അപ്പോൾ കോടതി ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, കോടതിയുടെ മുമ്പിൽ വന്നിട്ടുള്ള ഈ അപേക്ഷയുടെ കൂടെ തെളിവുകൾ വല്ലതുണ്ടോ? അപ്പോൾ ഇവിടുത്തെ ഒരു ഗതികെട്ട കാലം വെച്ചാൽ ഈ മുന്നിൽ വന്നിരിക്കുന്ന ഈ വഷളൻ അപേക്ഷകൾക്ക് തെളിവുണ്ടാക്കി കൊടുക്കാൻ കോടതി നിൽക്കുകയാണ്. തെളിവുണ്ടാക്കൽ കോടതിയിൽ പണിയാണോ? അല്ല, തെളിവുകൾ ഹർജിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു കേസിലാണെങ്കിൽ വാദിഭാഗമോ പ്രതിഭാഗമോ തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഈ തെളിവുണ്ടാക്കൽ കോടതിയിൽ പണിയല്ല. അപ്പോൾ തെളിവുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്തിക്കൂടെ എന്ന സ്വഭാവത്തിലൊക്കെ കോടതി നോട്ടീസ് അയക്കാൻ തുടങ്ങിയാൽ എല്ലാത്തിനും മേലെ അയക്കാം. പിന്നെ നേരത്തെ പറഞ്ഞുള്ള 91 ആരാധനാലയ നിയമം, നിലവിലുള്ള സ്ട്രക്ചറുകൾക്ക് മേലെ 947 സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം നിലവിൽ ഓരോ സ്ട്രക്ചറും ആരുടേതാണോ, എന്തിൻ്റെ പേരിലുള്ളതാണോ അതിനുമേൽ മറ്റാർക്കും അവകാശവാദം ഉന്നയിക്കാൻ കഴിയില്ല, ബാബരി മസ്ജിദിൻ്റെ കേസ് ഒഴികെ എന്നാണ് നിയമം. ആ നിയമം അവിടെ നിൽക്കെ ആരെല്ലാമോ കൊണ്ട് ഹർജി കൊടുക്കുകയും മോദി വന്നതിന് ശേഷം സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. എല്ലാത്തിനും മേലും നോട്ടീസ് അയക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സംഗതി നടക്കുന്നു. അപ്പോൾ അത് ഏതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കാം. അപ്പോൾ ഇത് വികസിക്കട്ടെ എന്ന് ഞാൻ പറയാം. ഇതെന്തായാലും നമ്മൾ ഇന്ത്യക്കാർക്ക് ഇതൊരു പുതിയ കാര്യമല്ല. എല്ലാ സ്ട്രക്ചറിൻ്റെ മേലും ഈ ആരോപണം ഉന്നയിക്കുക, അവകാശവാദം ഉന്നയിക്കുക നമുക്ക് പുതിയ കാര്യമല്ല. നമ്മളിത് കണ്ടു മടുത്തു. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജലാലാബാദിൻ്റെ പേര് മാറ്റി പരശുറാംപുരി എന്നാക്കി, അങ്ങനെ പലതിൻ്റെയും പേര് മാറ്റിയാണ്. അധികാരം കയ്യിലുണ്ട്, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഇനിഞ്ഞാന്നുണ്ടായ ഒരു രാഷ്ട്രമല്ല. അതിന് വലിയ തോതിലുള്ള പാരമ്പര്യവും പ്രൗഢിയും പൗരാണികതയും ഉണ്ട്. അതിൻ്റെ കൂടെ പേരിലാണ് അത് ഉയർന്നു നിൽക്കുന്നത്. ഇന്ത്യയിൽ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്ന ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിദേശ വിനോദ സഞ്ചാരികളിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരും എന്ത് കാണാൻ വരുന്നത്? താജ്മഹൽ കാണാൻ കൂടി വരുന്നതാണ്. ഈ യോഗി ആദിത്യനാഥ് ആദ്യമായിട്ട് ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വന്നതിന് ശേഷം ഉത്തർപ്രദേശ് അവരുടെ ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെ എക്സിബിറ്റ് ചെയ്യുന്ന പ്രദർശിപ്പിക്കുന്ന ഒരു ലഘുലേഖ പുറത്തിറക്കിയപ്പോൾ അതിലെന്താ അവരറിയാതെ ഒരു സംഗതി മിസ്സായിപ്പോയി. എന്താ പറയുക? താജ്മഹൽ അറിയാതെ പോവോ? ആദ്യം ഉൾപ്പെടുത്തേണ്ട സാധനമല്ലേ. അപ്പോൾ അവർക്കറിയാം ചില കാര്യങ്ങൾ. താജ്മഹൽ എന്നൊക്കെ പറയുമ്പോൾ ആരുണ്ടാക്കിയതാണെന്നൊക്കെ ചിലപ്പോൾ താഴെ എഴുതി വെക്കേണ്ടി വരില്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ്. പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പറയുന്ന മുസ്ലിം ഹിസ്റ്ററിയെ ഇറേസ് ചെയ്യുക. അത് മുസ്ലിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തവരാണ്
നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള അംഗീകരിക്കാനുള്ള മടി. 100 വർഷമാകുമ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു 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 ഹിന്ദുത്വ രാഷ്ട്രമായിരുന്നു സ്ഥാപിക്കണം. രണ്ടാമത്തേത് അവരുടെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിന് ഇത് വേണം, എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ വേണ്ടേ അല്ലേ, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ വന്നിട്ട് ആൾക്കാർ വന്ന് കയറും. അപ്പോൾ അത് ഉണ്ടാക്കാതിരിക്കാനും അത് നമ്മുടേത് ഇത് നമ്മുടേത് മറ്റേത് അവരുടേത് ഇതെല്ലാം അവന്മാർ കൊള്ളയടിച്ചത് എന്ന് പറഞ്ഞിട്ടുള്ള ടെൻഷൻ നിരന്തരം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സംഗതി ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പി എൻ നോക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അന്ന് അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് മാത്രമൊന്നുമല്ല, അദ്ദേഹം മക്കയിലേക്കല്ലേ പ്രധാനപ്പെട്ട ലോകത്തുള്ള പല മസ്ജിദുകളും അദ്ദേഹം എന്നായിരുന്നു. പുള്ളി രാവിലെ എഴുതിയിട്ട് ആലോചിക്കുന്ന തന്നെ ഈ പേരുകൾ തമ്മിൽ എന്തെങ്കിലും സാമ്യം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതിന് താഴേക്ക് ആലോചിക്കത്തില്ല, മുകളിലെ പേര് താജ്മഹൽ, തേജോ മഹൽ കിട്ടി, പിന്നെ എഴുതുക, അതിന് ബാക്കി എഴുതി പിടിപ്പിക്കുക ചെയ്യുക. അല്ലാതെ ചരിത്രപരമായിട്ടുള്ള വിശകലനങ്ങൾ ചരിത്ര പുസ്തകങ്ങളുടെയോ ചരിത്രകാരന്മാരുടെയോ ഗവേഷണങ്ങളുടെയോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഒന്നുമില്ല. ഈ തേജോ മഹാലയുടെ ഒരു സർക്കാസമാണ് തേജോധരൻ പോറ്റി. യെസ്, താജുദ്ദീൻ പുതിയില പേര് മാറ്റി എന്നതുപോലെയാണിത്. അപ്പോൾ അങ്ങനത്തെ ഒരു കക്ഷി അങ്ങനെ എഴുതിയിട്ടുണ്ടാക്കുക ചരിത്രകാരെന്ന് വിളിക്കാൻ പറ്റില്ല. ഒരു ഭാവനയിൽ ഫാൻറ്റസിയിൽ നിന്നുകൊണ്ട് എഴുതി പുറപ്പെടുവിക്കുന്ന ഒരു കക്ഷിയായിരുന്നു. അതേ മുൻനിർത്തി ഇന്ത്യയിലെ ഒരു കോടതിയെ സീരിയസ് ആയിട്ടുള്ള വ്യവഹാരത്തിലേക്ക് പ്രവേശിക്കാന്ന് വെച്ചാൽ നാം ജീവിക്കുന്ന കാലം എത്ര പരിഹാസ്യമായിരിക്കുന്നു. നമ്മുടെ ഇന്ത്യയെ ലോകത്തിന് മുമ്പിൽ എന്തുമാത്രം പരിഹാസ്യമായിട്ടാണ് ഇവർ അവതരിപ്പിക്കാൻ നോക്കുന്നത് എന്നത് മാത്രം കാണുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇന്ത്യ പരിഹസിക്കപ്പെടുന്നു, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കുറവാണ്, ഇന്ത്യയിലെ ഇൻഡെക്സുകൾ ഇന്ത്യ താഴേക്ക് പോകുന്നു എന്നതൊന്നും അവരുടെ കൺസേൺ അല്ല. ആഭ്യന്തരമായി അവർക്കുള്ള ശത്രുക്കളെ വേദനിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന സാഡിസവും മാത്രമാണ് അവരുടെ ഉന്നം. അല്ലാതെ അതിൽ ഇന്ത്യ നാണം കെടുന്നല്ലോ, ഇന്ത്യ ഇൻഡെക്സിൽ താഴേക്ക് പോകുന്നല്ലോ, ഇന്ത്യയിൽ പട്ടിണി സൂചിയെ കുഴപ്പത്തിലാകുന്നല്ലോ, ഇന്ത്യയിൽ മാധ്യമ പൗരസ്വാതന്ത്ര്യം ഭരണഘടനാ മൂല്യങ്ങൾ കുഴപ്പത്തിലാണല്ലോ, നമുക്ക് നാണക്കേടാകുമല്ലോ എന്നതൊരു കാലത്തും ഇവരുടെ പ്രശ്നമല്ല. അങ്ങനെ പ്രശ്നമാകാനും മാത്രമുള്ള വിദ്യാഭ്യാസം അവർ നേടിയതായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല.